ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നേരിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു 2 ദിവസത്തിന് മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെക്കുറിച്ചാണ് അല്ലേ. കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതെന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. കൊച്ചു കുട്ടികളാവുമ്പോൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അപ് ടു 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ +1 +2 വരെ കുട്ടികളാണല്ലോ, സ്കൂൾ തലത്തിലാണല്ലോ. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ എന്ത് പ്രശ്നങ്ങളും ഒരു ആളിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം, അതായത് എനിക്ക് എൻ്റെ ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ കഴിയും. അത്തരത്തിൽ ഒരു ടീച്ചറാവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം കുട്ടികളും പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിൻ്റെ പിരിമുറുക്കത്തിലൊക്കെ പെട്ടുപോകാറുണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്വാതന്ത്ര്യം ആ കുട്ടിക്ക്, ഞാൻ എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേയും, ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അവർക്ക് സ്വന്തമായൊരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ഏജിലേക്ക് അവർ വന്നിട്ടില്ല. അപ്പോൾ അവർ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്നുകിൽ അച്ഛൻ, അമ്മ, അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്വന്തം സ്കൂളിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ടീച്ചറിനോട് എന്തും തുറന്നു പറയാനുള്ള, ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ടീച്ചറിനോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടേ ഒരു ഡിസിഷൻ എടുക്കൂ എന്നുള്ള ഒരു ഫീലിംഗ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു കാര്യമായിരിക്കുമെന്നേ ഞാൻ പറയൂ. അതുപോലെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ കുഞ്ഞു ക്ലാസ്സുകൾ 3rd സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്, 1st സ്റ്റാൻഡേർഡ്, 2nd സ്റ്റാൻഡേർഡൊക്കെ അപ്പോൾ അടുത്ത ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പെൻസിലോ റബ്ബറോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു കൗതുകം ഉണ്ടാവും അല്ലേ എല്ലാവർക്കും. എനിക്കും അത്തരത്തിലൊരിത് വേണം. ചില കുട്ടികൾ അതെടുത്ത് ഇങ്ങനെ സ്വന്തം ബാഗിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊക്കെ ആ സമയത്ത് നമ്മൾ അത് വീട്ടിൽ വരുമ്പോൾ അതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കാതെ, വലിയൊരു വിഷയമാക്കാതെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു കൗതുകമായി കണ്ട് അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് അത് പിറ്റേ ദിവസം ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ നമ്മൾ, ക്ലാസ് ടീച്ചറോ ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ കയ്യിൽ കൊടുത്ത് ഏത് കുട്ടിയുടേതാണ് അതെന്ന് മനസ്സിലാക്കി ആ കുട്ടിക്കത് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞിനോട് പറയുക, ഒരിക്കലും മറ്റൊരാളിൻ്റെ ഒരു സാധനം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ കൊടുക്കണം. വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ അത്തരത്തിൽ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുറേ അതായത് നമ്മൾ തറയിൽ വീണ് കിടക്കുന്ന ഒരു സാധനം പോലും പിന്നെ ആ കുഞ്ഞ് എടുക്കാത്ത രീതിയിലേക്ക് വരും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠമാണെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അത്തരം ചെയ്യുന്നവരാണെന്നല്ല, ചില കുട്ടികളെങ്കിലും അങ്ങനെ കൗതുകമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളൊന്നും അതൊരു തെറ്റായിട്ട് മഹാപരാധമായൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ചില ടീച്ചേഴ്സൊക്കെ അതിനെ കൊണ്ടുപോയി വലിയ വിഷയമാക്കി ആ കുട്ടിയുടെ മറ്റുള്ളവരുടെ മുന്നിലുള്ള ഇമേജ് തന്നെ നശിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ തെറ്റായ രീതിയാണ്. കുഞ്ഞു മനസ്സിൽ നമുക്ക് തോന്നുന്ന ചില കൗതുകങ്ങളാണ്. അത് ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ വ്യക്തിപരമായി മനസ്സിലാക്കി ആ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മളത് തിരുത്തിക്കൊണ്ട് വരേണ്ടതാണ്. മറ്റൊരാളിൻ്റെ എത്ര വിലപിടിപ്പുള്ള സാധനമായാലും ശരി, നമുക്കുള്ളത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. മറ്റൊരാളിൻ്റെ സാധനം എടുക്കുമ്പോൾ അതിൻ്റെ പെർമിഷൻ നമ്മൾ അവരോട് ചോദിച്ചു, അത് ഈവൻ ഒരു പെൻസിലാണെങ്കിൽ പോലും നമ്മളൊരു പെർമിഷൻ ചോദിക്കാതെ എടുക്കരുത് എന്നുള്ളത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഒരു തെറ്റ് കണ്ടാൽ, ഈവൻ 5th സ്റ്റാൻഡേർഡ്, 6th സ്റ്റാൻഡേർഡ്, 7th 8th അതുപോലുള്ള ഹയർ ക്ലാസ്സസിലുള്ള ഏത് കുഞ്ഞിൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടെത്തിയാലും ആ കുട്ടിയെ ഈ മൊത്തം ക്ലാസ് കാണുന്ന രീതിയിൽ അവഹേളിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നത് ഒരിക്കലും ഉചിതമായൊരു തീരുമാനമല്ല. കാരണം നമ്മൾ ആ കുഞ്ഞിനെ പേഴ്സണലായി വിളിച്ച്, വ്യക്തിപരമായി വിളിച്ച്, അതിൻ്റെ പാരൻസിനെ വേണമെങ്കിൽ നമ്മളെ കൂടെ ആദ്യം ടീച്ചേഴ്സിനൊരിത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് പാരൻസിൻ്റെ സാന്നിധ്യത്തിൽ ആ കുഞ്ഞിന് ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള വഴികൾ അതിന് ഉപദേശിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ഒരിക്കലും ഒരു ക്ലാസ് മുറി മുന്നിൽ പബ്ലിക്കായിട്ട് ആ കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ
അവഹേളിക്കാൻ, സ്വന്തം തെറ്റിൻ്റെ എന്താണ് അവഹേളന രീതിയിലുള്ള തിരുത്തൽ അത് ഒരിക്കലും ഒരു കുട്ടിയെ നല്ല രീതിയിലേക്ക് നയിക്കും എന്നെനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. അതിനോട് യോജിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈവൻ ഇത്രയും മുതിർന്ന എൻ്റെ ഒരു മിസ്റ്റേക്ക് പോലും ഒരാൾ എന്നോട് പേഴ്സണലായിട്ട് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പബ്ലിക്കായിട്ട് എൻ്റെ തെറ്റ് വിളിച്ച് പറയുമ്പോൾ എനിക്കതിൻ്റേതായ എന്നെ തിരുത്താൻ എനിക്ക് കഴിയാത്ത ഒരവസ്ഥ എനിക്കുണ്ടാവും. ഞാൻ ചെയ്യുന്നത് ചെറിയ തെറ്റാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. വലിയ വലിയ തെറ്റുകൾക്ക് അതിൻ്റേതായ ശിക്ഷയും നടപടികളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ വലിയ വലിയ മഹാപരാധങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അധികം അങ്ങനെ ചെയ്യില്ല. അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ്. ഞാൻ പറയുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കൊക്കെ നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. പിന്നെ അത് പാരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഓരോ കുട്ടിയുടെയും പേഴ്സണൽ റെക്കോർഡ് ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സൂക്ഷിക്കുക. 35 കുട്ടികളുണ്ടെങ്കിലും ആ 35 കുട്ടികളുടെയും ഫോൺ നമ്പറും അതുപോലെ തന്നെ പെട്ടെന്ന് എമർജൻസിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറും അതുപോലെ പാരൻസിൻ്റെ പിന്നെ പേരും അതുപോലെ അവരുടെ വീടിൻ്റെ അഡ്രസ്സും അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈവൻ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലും ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ആ കുഞ്ഞ് ഓൾറെഡി മെഡിസിൻ എടുക്കുന്ന കുഞ്ഞാണോ അതും നമ്മൾ അറിയണം. അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു ടീച്ചർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏതൊരു ഇഷ്യൂ വന്നാലും ചില ഇഷ്യൂസിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു റെക്കോർഡ് ഒരു രേഖയും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, ആ ടീച്ചറിന് തന്നെ ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ടീച്ചറിന് തന്നെ വേണ്ട എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട ഡീറ്റെയിൽസൊക്കെ നമുക്ക് ടീച്ചേഴ്സിന് തന്നെ കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കൊരു വലിയ ജീവനായിരിക്കും, നമുക്ക് ഒരു വലിയ കാര്യമാണ്, ഒരു ജീവൻ രക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ചിലപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ അത്തരം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അത് നമ്മൾ പഠിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് തന്നെ നമ്മളടുത്ത് മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികളുടെ കാര്യമൊക്കെ പറയും. പക്ഷെ പറയുന്നത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു പേഴ്സണൽ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. എനി ടൈം ചോദിച്ചാൽ നമ്മളത് എടുക്കാൻ സന്നദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അധ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഒരു ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പമായി നമുക്ക് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഈവൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നാലും നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ സ്കൂളുമായി ഉള്ള നമ്മുടെ ആ ഒരു കണക്ഷൻ, അത് ഫുൾ ഡേ നമ്മൾ എത്ര കാലം അവിടെ തുടരുന്നോ അത്രയും കാലം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, ഒരു നിമിഷം പോലും വ്യതിചലിക്കാതെ എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നുണ്ട്, വ്ളോഗ് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. മറ്റൊരവസരത്തിൽ വീണ്ടും ഇതിൻ്റെ പാർട്ട് 3 കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.